നിലവിൽ നമ്മൾ കൊടുത്ത പരാതിയിൽ പ്രധാനമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇവിടെ റിവേഴ്സ്ഡ് നോട്ടിഫിക്കേഷൻ വന്നതെന്നുള്ളതാണ്. ആദ്യം ഒരു എൻവയോൺമെന്റ് സയൻസ് മാത്രം ഉണ്ടാവുകയും പിന്നീട് അവിടെ ലൈഫ് സയൻസ് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തതാണ് പ്രധാനത്തിലുള്ള പ്രശ്നം. അത് ഈ സിബു സൈമണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയാണെന്നല്ല, എന്തുകൊണ്ട് ലൈഫ് സയൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എൻവയോൺമെന്റ് സയൻസുകാരുടെ ഒരു ക്വസ്റ്റ്യൻ ആണത്. ഇത് എം ജി യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല നടക്കുന്നത്, കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ വരെ പ്യുവർ സയൻസ് ഇൻക്ലൂഡഡ് ആവുക. ഈ സിബു സൈമൺ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല വന്നിരിക്കുന്നത്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോടെക്നോളജി ഈ പറയുന്ന എല്ലാത്തിൽ നിന്നും പ്യൂർ സയൻസ് എന്നുള്ള ആൾക്കാർ വരികയും 11 ഇന്റർവ്യൂസിൽ വന്നവരിനകത്ത് 5 പേര് ലൈഫ് സയൻസ് എന്നുള്ളവരും ബാക്കി 6 പേര് എൻവയോൺമെന്റ് സയൻസിലായിരിക്കെ അവരുടെ അധ്യാപന യോഗ്യതയും മറ്റുള്ളവരും ഡിസ്ക്വാളിഫൈ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ എടുത്തതിലാണ് നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തു ചോദിക്കുന്നത്. മാത്രമല്ല, അത് എൻവയോൺമെന്റ് സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ ഡിഗ്നിറ്റിനെ നശിപ്പിക്കുന്നതും കൂടിയാണ്. കാരണം നമുക്കറിയാം, കേരളത്തിൽ തന്നെ നിരവധി ഇൻസ്റ്റിറ്റ്യൂഷണൽ സെന്റേഴ്സുമായി എല്ലാ വർഷം 300ഓളം വിദ്യാർത്ഥികളാണ് ഇറങ്ങി വരുന്നത്, റിസർച്ചും എൻവയോൺമെന്റ് സയൻസിന്റെ പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞിട്ട്. അതുപോലെ ഇന്റർഡിസിപ്ലിനറി ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് കോഴ്സസും ഇപ്പോൾ എൻവയോൺമെന്റ് സയൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇത്തരം കുട്ടികളുടെ ഒരു ജോലി സാധ്യതകളെ മുഴുവൻ ഈ യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്സ് തള്ളിക്കളയുകയാണ് ഈ ഇന്റർഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി എന്ന വേർഡ്സിലൂടെ. UGC പ്രകാരം ചില ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ, ഒരു അസോസിയേറ്റ് പ്രൊഫസറെ ഇങ്ങനെ നിയമിക്കുമ്പോൾ ആ UGC ഗൈഡ് ലൈൻസ് ഒന്നും തന്നെ ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല. നിലവിലെ ഞങ്ങളുടെ പഠനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് UGC ഗൈഡ് ലൈൻസ് ഇവിടെ ഫോളോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം 8 വർഷത്തെ അധ്യാപന പരിചയം കൺസേൺഡ് യൂണിവേഴ്സിറ്റിയിൽ നിർബന്ധമായിട്ട് പെർമനന്റ് ഫാക്കൽറ്റി ആയിട്ട് ഉണ്ടായിരിക്കണം തന്നെയാണ്. പക്ഷേ അത് ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. വൈസ് ചാൻസലറുടെ ശ്രദ്ധയിൽ ഇതൊക്കെ പെടുത്തിയിരുന്നു? തീർച്ചയായിട്ടും വൈസ് ചാൻസലർ അതിന് ഒരു പ്രസ്താവന അടുത്തിടയ്ക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല നടപടികൾ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഗവർണർക്ക് നൽകിയ പരാതിയിൽ വൈസ് ചാൻസലറെ നീക്കണമെന്ന് ഒരു ആവശ്യം വെച്ചിട്ടുണ്ട്. ഗവർണർക്ക് നിലവിൽ നമ്മൾ പരാതി നൽകുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു പരാതിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. നിലവിൽ ഈ സംഭവത്തെ പഠിച്ച് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തരണോ, അത് ഞങ്ങൾക്ക് കൂടി ബെനിഫിഷ്യറി ആയിട്ട് ഒരു ഓർഡർ ഇറങ്ങണമെന്ന് തന്നെയാണ്. എൻവയോൺമെന്റ് സയൻസ് പഠിക്കുവാനായിട്ട്, എൻവയോൺമെന്റ് സയൻസ് പഠിപ്പിക്കുവാനായിട്ട് എൻവയോൺമെന്റ് സയൻസ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ തന്നെ വേണം എന്നുള്ളതാണ് ഞങ്ങൾ പറയുന്ന ആവശ്യം. ഇപ്പം നമ്മുടെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പുതിയതായിട്ട് അസോസിയേറ്റ് പ്രൊഫസറായിട്ട് നിയമനം നടത്തിയേക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ആളല്ല. MSc എൻവയോൺമെന്റ് സയൻസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ PhD എൻവയോൺമെന്റ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളല്ല നമ്മുടെ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇന്റർവ്യൂസിന് വേറെ പലരും എൻവയോൺമെന്റ് സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ളവർ വന്നിട്ടും അവർ ഇങ്ങനെയൊരു നിലപാടെടുത്തതിൽ നമുക്കെല്ലാവർക്കും അധികം വിഷമമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയാണ്. അതായത് ഞങ്ങൾ എൻവയോൺമെന്റ് സയൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ കേരളം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ വളരെ കുറച്ച് പേരുള്ളൂ. പണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ ഇപ്പോൾ എൻവയോൺമെന്റ് സയൻസുകാർ അത്രയും പേരുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇച്ചിരി വളർന്നു വരാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു കമ്മ്യൂണിറ്റീനെ ഞങ്ങളുടെ ഓരോ ചാൻസുകളാണ് ഇവരിപ്പോൾ MSc എൻവയോൺമെന്റ് സയൻസ് ബാർ, MSc കെമിസ്ട്രി, MSc ഫിസിക്സ്, അങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുത്ത് വന്നത്. അപ്പോൾ ക്വാളിഫൈഡ് അല്ലാത്ത ഫാക്കൽറ്റിയാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു ആശങ്കയല്ലേ? തീർച്ചയായിട്ടും. കാരണം MSc ലൈഫ് സയൻസ് ബയോടെക്നോളജി പഠിച്ചു വന്ന ഒരാൾക്ക് MSc എൻവയോൺമെന്റ് സയൻസ് പഠിപ്പിക്കാനായിരിക്കില്ല. അദ്ദേഹത്തിന് വേറെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടേക്കായിരിക്കും ഏറ്റവും ഉചിതമായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ ഞങ്ങളുടേതായ ഫാക്കൽറ്റികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ കോഴ്സ് പഠിച്ചു ഇറങ്ങുന്നവർ അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഉചിതമായിട്ട് വരുന്നത്. അങ്ങനെ നിലയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്.